പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്തയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും UDF കൺവീനർ അടൂർ പ്രകാശും OS അംബികയും വീട്ടിലെത്തിയിരുന്നു എന്നുള്ള വിവരം. അടൂർ പ്രകാശ് പലതവണ വന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ 2 തവണ വീട്ടിൽ വന്നതായി കണ്ടിട്ടുണ്ടെന്നുമുള്ള അയൽവാസിയുടെ മൊഴിയായിരുന്നു ഇന്നലെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തത്. ഇതാ വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത്. കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഇരുവരും സമ്മാനം നൽകുന്നതും ചിത്രങ്ങളിലുണ്ട്. പോറ്റിയുടെ വീട്ടിൽ പോയിട്ടില്ലെന്ന് രാജു എബ്രഹാം നേരത്തെ അവകാശപ്പെട്ടിരുന്നു. റാഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹീസ് റഷീദ്, ഇന്നലെ നമ്മൾ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും അതൊരു കുഞ്ഞിന്റെ നാലുകെട്ടിനാണെന്നാണ് ഓർമ്മയെന്നും ഇന്നലെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. നേരത്തെ രാജു എബ്രഹാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ തിരിച്ചല്ലേ പറയുന്നത് റഹീസ് റഷീദ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ പോയതിന്റെ ചിത്രങ്ങളാണ്, ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിടുന്നത്. ആ വീട്ടിൽ ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഒരു കുഞ്ഞിന്റെ നൂൽക്കെട്ട് ചടങ്ങുമായി ബന്ധപ്പെട്ട് പോയി എന്നതാണ്. അന്ന് പോയതിന്റെ ചിത്രം തന്നെയാണോ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ചിത്രം എന്ന കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. കാരണം ഇന്നലെ വിക്രമൻ നായർ നമ്മളോട് അപ്പോൾ മാത്രമല്ല പിന്നീടും വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. കാരണം നൂൽക്കെട്ട് ചടങ്ങുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പകരം നമുക്ക് കിട്ടിയ ചിത്രത്തിൽ 3 ചിത്രങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഒരു സമ്മാനപ്പൊതി കൈമാറുന്ന ഒരു ചിത്രമാണ്. ഒപ്പം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം രാജു എബ്രഹാമും ഉണ്ടായിരുന്നു. ഇന്നത്തെ CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും അന്ന് റാന്നി MLA-യുമായിരുന്ന രാജു എബ്രഹാമും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ചിത്രങ്ങൾ പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് കടകംപള്ളി സുരേന്ദ്രൻ സമ്മാനപ്പൊതി നൽകുന്നത് പോലെ തന്നെ രാജു എബ്രഹാമും സമ്മാനപ്പൊതി നൽകുന്നത് ചിത്രത്തിൽ കാണാം. മൂന്നാമത്തെ ചിത്രം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബ ഫോട്ടോയാണ്. അതിൽ പോറ്റിയുണ്ട്, പോറ്റിയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, സഹോദരിയുണ്ട്, സഹോദരിയുടെ ഭർത്താവുണ്ട്. അതിന് പുറമെ 2 പേർ കൂടിയുണ്ട്. അത് ഒന്ന് കടകംപള്ളി സുരേന്ദ്രനാണ്, മറ്റൊന്ന് രാജു എബ്രഹാമാണ്. ഈ 3 ചിത്രങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് രാജു എബ്രഹാമിനോട് സംസാരിച്ചിരുന്നു. അരുൺ പറഞ്ഞത് നേരത്തെ പറഞ്ഞിരുന്നു എന്നതാണ്. അങ്ങനെയല്ല, രാജു എബ്രഹാമിനോട് ഇത് വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യം രാജു എബ്രഹാം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ ഞാൻ പോയിട്ടേയില്ല, കടകംപള്ളി സുരേന്ദ്രനുമായും പോയിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് രാജു എബ്രഹാം പറഞ്ഞു. അതേ തുടർന്ന് രാജു എബ്രഹാമിന് ഒരു ചിത്രം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ പൂർണ്ണമായും അയച്ചു കൊടുക്കാതെ രാജു എബ്രഹാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛനും നിൽക്കുന്ന ഒരു ചിത്രം ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്തിരുന്നു. അത് കണ്ടിട്ട് ഇത് ആരെങ്കിലും രീതിയിൽ മറ്റോ ചിത്രീകരിച്ചതാണോ എന്നത് കൂടി ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ രാജു എബ്രഹാം പറഞ്ഞു, ഈ ചിത്രത്തിലുള്ളത് ഞാൻ തന്നെയാണ്, ഇതിൽ മുമ്പിലിരിക്കുന്ന ആളെ കണ്ടതായി ഓർമ്മയുണ്ട്, അത് ആരാണ് എന്നോട് ചോദിച്ചു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛനാണെന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ രാജു എബ്രഹാം പറഞ്ഞത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടായിരിക്കാനുള്ള ഒരു സാധ്യതയില്ല, പകരം സന്നിധാനത്തായിരിക്കും, തിരുമുറ്റത്ത് വെച്ചെടുത്ത ഫോട്ടോ ആകാനുള്ള സാധ്യതയാണ് എന്ന മറുപടിയാണ് രാജു എബ്രഹാം പറഞ്ഞത്. പക്ഷേ ആ മറുപടിയിൽ ഒരു ലോജിക്കില്ല. കാരണം അടുത്ത ചിത്രം നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന കുടുംബ ചിത്രത്തിൽ രാജു എബ്രഹാം ഉണ്ട്. അന്നിട്ട അതേ ഡ്രസ്സ് തന്നെയാണ് രാജു എബ്രഹാം ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയും സഹോദരിയൊന്നും സന്നിധാനം കയറാൻ ഒരു സാധ്യതയും ഇല്ലല്ലോ.
അതുകൊണ്ട് തന്നെ രാജു എബ്രഹാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ എത്തിയ ആളാണ്, കടകംപള്ളി സുരേന്ദ്രനൊപ്പം എത്തിയ ആളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അരുൺകുമാർ, ഇതൊന്നും നേരത്തെ ഇവർ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ വിവരം. റിപ്പോർട്ടർ TV ഓരോ വിവരങ്ങളായി പുറത്തു കൊണ്ടുവരുമ്പോൾ, ഓരോ ദൃശ്യങ്ങളായി പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം പിന്നീട് അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതാ നോക്കൂ, ഇതുവരെയും രാജു എബ്രഹാം എടുത്തിരുന്ന നിലപാടിന് വിരുദ്ധമാണ്. ഈ ചിത്രങ്ങൾ അയക്കുന്നത് വരെയും രാജു എബ്രഹാം അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നില്ല. ഈ ചിത്രം കൊടുത്തയച്ചിട്ടും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത് താൻ അവിടെ പോയിട്ടില്ല എന്നാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? ഇത് ദൃശ്യങ്ങളാണോ? ആണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്താം. പക്ഷേ രാജു എബ്രഹാം പറയുന്നു, ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളതായിട്ട് ഓർമ്മിക്കുന്നു, പക്ഷേ ഇതാരാണെന്ന് ഓർമ്മയില്ല. ഇത് പുളിമാത്തുള്ള വീട്ടിലെ ഈ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് പറയാം റഹീസ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂരിലെ പുളിമാത്തുള്ള വീട്ടിലാണ് ഈ ദൃശ്യങ്ങളുള്ളത്. ഇന്നലെ ഇവിടെ പോയതായി കടകംപള്ളി സുരേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. അതൊരു കുഞ്ഞിന്റെ ചടങ്ങിന് പോയതാണ് എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ ഒപ്പം പോലീസും ഗൺമാനും ഉണ്ടായിരുന്നു എന്നാണ് ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ രാജു എബ്രഹാമും കൂടി കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഉണ്ട് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ഫുൾ ചിത്രം കൊടുക്കാം. അത് നമുക്ക് ഫുൾ ഫ്രെയിമിൽ ഒന്ന് കൊടുത്തു നോക്കൂ. ആ ഫുൾ ഫ്രെയിമിൽ കൊടുക്കുമ്പോൾ പ്രേക്ഷകർ തന്നെ പരിശോധിക്കൂ, ഇതിൽ രാജു എബ്രഹാം ഉണ്ടോ എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് ഫുൾ ഫ്രെയിമിൽ കാണുന്നത്. രാജു എബ്രഹാം ഉടുത്തിരുന്ന മുണ്ടിന്റെ കര നോക്കൂ. അത് തന്നെയാണ് അച്ഛന് സമ്മാനം കൊടുക്കുമ്പോഴും ഉള്ളത്. സെയിം ചിത്രങ്ങളാണ്, ഒരേ ദിവസം സംഭവിച്ചിരിക്കുന്നതാണ് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തിലുള്ള വീട്ടിലെത്തി ഇത് കൊടുത്തോ എന്നുള്ളത് മാത്രമേ നമുക്കറിയണ്ടൂ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ദൃശ്യങ്ങൾ പുളിമാത്തുള്ള വീട്ടിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും നിൽക്കുന്നതിന്റെ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അമ്മയുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി ഭർത്താവിനെയും ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന്റെ ദൃശ്യങ്ങളാണ്. അച്ഛന് രാജു എബ്രഹാമും ഒപ്പം കടകംപള്ളി സുരേന്ദ്രനും ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന് തൊട്ടുപിന്നിൽ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി ഭർത്താവാണെന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും പേരാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അവർക്കൊപ്പം നിൽക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയുടെ തൊട്ടുപിന്നിൽ നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനുമാണ്. ഇതാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ. അപ്പോൾ ദൃശ്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ നമുക്കിവിടെ വീട്ടിൽ പോയിട്ടില്ലെന്ന് പറയാൻ കഴിയില്ല. അത് കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മളോടും പറഞ്ഞതെന്ന് പറഞ്ഞു. SIT-യോടും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തിനു പോയി എന്ന ചോദ്യത്തിന് ഒരു കുഞ്ഞിന്റെ ഒരു ചടങ്ങിനാണ് പോയതെന്ന് പറയുന്നു. പക്ഷേ കുഞ്ഞുങ്ങളെ ഒന്നും നമുക്കതിൽ കാണാൻ പറ്റുന്നില്ല. കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങളെ മാത്രമേ നമുക്കതിൽ കാണാൻ പറ്റുന്നുള്ളൂ. നമുക്കിപ്പം റഹീസ് തുടരുന്നുണ്ട്. റഹീസ്, ഈ ദൃശ്യങ്ങൾ വീണ്ടും രാജു എബ്രഹാമിനെയും കടകംപള്ളി സുരേന്ദ്രനെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ ചടങ്ങിന്റെ ദൃശ്യങ്ങളൊന്നും അവിടെയില്ല. ഒരു പക്ഷേ അവിടെ കുഞ്ഞുങ്ങൾ ഉള്ളതായിട്ടും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇത് കാണുന്നില്ല. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛനും കുടുംബാംഗങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഗിഫ്റ്റ് കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ നമ്മളോട് പറഞ്ഞത് ഒരിക്കൽ കൂടി വേണമെങ്കിൽ നമുക്ക് ആ ബൈറ്റ് പ്ലേ ചെയ്യാവുന്നതാണ്. സന്നിധാനത്തേക്ക് പോകുന്നതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് തിരിച്ചറിഞ്ഞ് തന്നെ വിളിച്ചുവെന്നും താൻ അവിടേക്ക് പോലീസിനോടൊപ്പമാണ് പോയത്, ഗൺമാനും ഒപ്പമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും അദ്ദേഹം മറച്ചുവെച്ചത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം കടകംപള്ളി സുരേന്ദ്രൻ മറച്ചുവെച്ചു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അടക്കമുണ്ട് എന്നുള്ളതാണ് വീണ്ടും പ്രതിരോധത്തിലാക്കുന്നത്. കുടുംബ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തിലുള്ള വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് റഹീസ് നമ്മൾ കരുതുന്നത്. അങ്ങനെ തന്നെയല്ലേ അരുൺകുമാർ? അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് ഒരു പ്രശ്നം വരുന്നത്, ഒന്നല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ നമ്മളോട് പറഞ്ഞ കുഞ്ഞിന്റെ നൂൽക്കെട്ട് ചടങ്ങിനല്ലാതെ മറ്റൊരു ദിവസം പോയിട്ടുണ്ട്. ആ ചിത്രമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ആ ദിവസത്തെ ചിത്രമാണിതെങ്കിൽ ഉറപ്പായും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കുട്ടിയും ചടങ്ങും ഉണ്ടെങ്കിൽ അവരും കൂടി ഇതിനകത്ത് നമ്മൾ സാമാന്യമായി ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഫോട്ടോയിൽ പോലും നമ്മൾ പരമാവധി ഇത് ശേഖരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ശേഖരിച്ചിരുന്നു. ഇനി നമുക്കത് കിട്ടാത്തതാണോ എന്ന് ഉറപ്പില്ല. പക്ഷേ ഒരു സാധാരണഗതിയിൽ ഒരു വീട്ടിൽ പൊതുവായ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ആ ചടങ്ങിന്റെ ഭാഗമാകുന്ന ആളുകൾ കൂടി അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇന്നലെ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഉറപ്പായും പറയാവുന്ന കാര്യമാണ്. അദ്ദേഹം
പറഞ്ഞിരുന്നു. ഞാൻ പോയി ഒപ്പം ഗൺമാൻ ഉണ്ടായിരുന്നു, പോലീസിന്റെ മറ്റു മന്ത്രിക്കുണ്ടാകുന്ന എസ്കോർട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് നമ്മളോട് കടകംപള്ളി സുരേന്ദ്രൻ തുറന്നു പറഞ്ഞതാണ്. അതിനൊപ്പം കടകംപള്ളി സുരേന്ദ്രന് പറയാമായിരുന്നു, എനിക്കൊപ്പം അന്ന് റാന്നി MLA ആയ രാജു അബ്രഹാവും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ രാജു അബ്രഹാമിനോട് ചോദിക്കാം, അന്ന് നടന്ന ചടങ്ങിനെ കുറിച്ച് ചോദിക്കാം, അന്ന് പോറ്റി നിർബന്ധിച്ചിട്ടല്ലേ ഞങ്ങൾ അവിടെ കയറിയതെന്ന് ചോദിക്കാം എന്നൊക്കെ ഉറപ്പായും കടകംപള്ളി സുരേന്ദ്രന് പറയാമായിരുന്നു. പക്ഷെ അത് കടകംപള്ളി സുരേന്ദ്രൻ നമ്മളോട് പറഞ്ഞില്ല, നമ്മളോടെന്നല്ല ആരോടും പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഇതിനകത്ത് അരുൺകുമാർ, നമ്മൾ ഈ ചിത്രം വെച്ചിട്ട് ഇവരെന്തോ ഈ തട്ടിപ്പിന്റെ ഭാഗമായെന്നൊന്നും ഇന്നലെയും പറഞ്ഞില്ല, ഇന്നും പറയുന്നില്ല, ഇനി നാളെ പറയാനും പോകുന്നില്ല. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ രാജു അബ്രഹാമിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ, ഞാനന്ന് പോയിട്ടുണ്ട്, അന്ന് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നു. ഇപ്പൊ മന്ത്രി പറയുന്നത് പോലെയാണെങ്കിൽ മന്ത്രിക്കൊപ്പം തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഞാൻ സന്നിധാനത്ത് പോകുന്ന സമയത്ത് വണ്ടിയിലുണ്ടായിരുന്നു, കയറിയതാണ് എന്നൊന്നും പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇത് രാജു അബ്രഹാം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, അയ്യോ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്, അയ്യോ ഒരിക്കലും ഞാൻ പോയിട്ടില്ല, ആ ഒരു ടൂണിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം ആദ്യ കോളിൽ പറയുന്നത്. അങ്ങനെ എന്തിനു പറയുന്നു എന്നതാണ് ഇതിനകത്ത് സംശയം വരുന്നത്. രണ്ടാമത് ചിത്രം അയച്ചു കൊടുത്തപ്പോൾ ആ ചിത്രത്തിലുള്ള ഞാനാണ്, ആ ഫ്രണ്ടിലിരിക്കുന്ന ആളെ എനിക്കറിയാം, അത് ആരാണ് എന്ന് ചോദിച്ചിട്ട് പിന്നീട് അദ്ദേഹം ആ ചിത്രം അദ്ദേഹമാണ് എന്ന് നമുക്കും കൂടി ഉറപ്പായി എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത സ്ട്രാറ്റജി എടുക്കുകയാണ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയല്ല, ശബരിമലയാണ്, സന്നിധാനമാണ്, തിരുമുറ്റത്തിന്റെ ഒരു ഭാഗത്ത് നിന്നെടുത്ത ചിത്രമാണ്. എന്തിനങ്ങനെ പറയുന്നു? അപ്പോൾ മൂന്നാമത്തെ ചിത്രം നമ്മുടെ കയ്യിലുള്ള കാര്യം രാജു അബ്രഹാമിന് അപ്പോഴും അറിയില്ല. ഇപ്പോൾ വാർത്ത കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാത്രമായിരിക്കും അറിയുക. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുക. സ്വാഭാവികമായും തിരുമുറ്റത്തേക്ക് സ്ത്രീകൾക്ക്, ഈ പ്രായപൂർത്തിയായ ആ സ്ത്രീകൾക്ക് കടക്കാൻ പറ്റില്ലല്ലോ, പിന്നീട് കുറെ പ്രായത്തിന് ശേഷം അല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ചിത്രം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് അറിയാൻ മേലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി പറയുന്നത്. ഇനി അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്ക് അറിയുകയും ചെയ്യണം. ഇവർ ഇതൊന്നും സമ്മതിക്കില്ല. ഒരുപക്ഷെ അദ്ദേഹം തിരക്കായിരിക്കാം. രണ്ട് കാര്യങ്ങളാണ്.